ദേവികയ്ക്കൊരു ഭീഷണി വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഞാനുണ്ട്. അത് നമുക്കൊരു ധൈര്യല്ലേ. പിന്നെ മീരയുടെ ഇപ്പോഴത്തെ രീതികളും സ്വഭാവത്തിലെ മാറ്റമൊക്കെ അംഗീകരിച്ചാൽ അത് അതിനൊരു സന്തോഷവും. ഭാവിയിൽ ദേവികമ്മളുടെ കാര്യങ്ങൾ അതിനോട് പറയാൻ നമുക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടും. പിന്നെ അതിനൊക്കെ മുകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു മാസ വരുമാനം. അതുകൂടാതെ നമുക്കിനി പിടിച്ചു നിൽക്കാനാവില്ല. പിന്നെ ഒരു ജോലി എടുക്കുമ്പം എനിക്കൊരു ഉന്മേഷം കിട്ടും. ഈ ചടഞ്ഞുകൂടി ഇരിപ്പൊക്കെ മാറി ശരീരത്തിനൊരു ശക്തി വരും. എൻ്റെ അഭിപ്രായത്തിൽ ആ ജോലി സ്വീകരിക്കുന്നത് തന്നെയാണ് നല്ലത്. തീരുമാനം പറയേണ്ടത് നിങ്ങളാ. നിങ്ങളുടെ തീരുമാനം ഞാൻ അനുസരിക്കും. ചേച്ചിയുടെ ഫോണിൽ നിന്നല്ലേ വിളിച്ചേ? അച്ഛന് സന്തോഷാണെങ്കി ഒന്ന് പോയി നോക്കുന്നോണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്നാ എല്ലാം കൂടി കേട്ടപ്പോ എനിക്ക് തോന്നുന്നേ. നീ എന്തു പറയുന്നു? എന്നാ പിന്നെ അതുപോലെ നടക്കട്ടെ. ശരി, അപ്പൊ അതങ്ങ് തീരുമാനിക്കാം. ഞാനെന്നാ പെട്ടെന്ന് കുടിച്ചിട്ട് വരാം. ഇത് പിടി. ഈശ്വര, എന്താവോ എന്തോ. ഒന്നുമില്ലമ്മേ, അച്ഛൻ ജോലിക്ക് പോയിട്ട് വരട്ടെ. ദേവിക, എന്താ എന്റെ സിദ്ധു എവിടെ? റൂമിലൊന്നും കാണുന്നില്ല. എനിക്കറിയില്ല എന്റെ. നന്ദനോ? നന്ദൻ എവിടെ? നന്ദൻ പുറത്തു പോകുന്നു പറഞ്ഞു. എവിടെയാ പോകുന്നതെന്നൊന്നും പറഞ്ഞില്ല. എന്നോട് കള്ളം പറയണ്ട. നന്ദനും സിദ്ധുവും കൂടി ഒരുമിച്ച് എങ്ങോട്ടോ പോയതാണെന്ന് തീർച്ചയാ. അത് നിനക്ക് അറിയുകയും ചെയ്യാം. എന്നോട് മറച്ചു വെക്കാൻ നോക്കണ്ട. പറയൂ, അവരെങ്ങോട്ടാ പോയത്? ആന്റി, അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാ? നോക്ക്, നീ വെറുതെ അഭിനയിക്കണ്ട. ഇവിടെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഒക്കെ എന്ന് എനിക്കറിയാം. എന്റെ കണ്ണു മൂടിക്കെട്ടിയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കളയാമെന്ന് കരുതണ്ട. പ്രഭാവതിയാ ഞാൻ. മനക്കണ്ണുകൊണ്ട് എല്ലാം കാണും. എന്നാ പിന്നെ കണ്ണുണ്ടെങ്കിൽ കണ്ടാ പോരെ. അങ്കിൾ നന്ദു എവിടെ പോയതാണെന്ന്. എന്തു പറഞ്ഞടി? ആന്റി, എന്താ ആന്റി, എന്താ സംഭവം? എന്താ ദേവിക? സിദ്ധുവങ്ങളും നന്ദൻ സാറും എവിടെ പോയതാണെന്ന് ആന്റി ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞപ്പോ എന്നെ വഴക്ക് പറയുക. ഇവൾക്കറിയാം. ഇവൾ പറയാത്തതാ. അതെങ്ങനെ ആന്റി? ദേവിക ഇവിടുത്തെ ഹോം നേഴ്സ് അല്ലേ? അവൾ എങ്ങനെ ഇതൊക്കെ അറിയാനാ? ആന്റിയുടെ പേഴ്സണൽ കാര്യങ്ങള് ഇവളോട് പറയോ? എല്ലാവരുടെയും അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കാം. എന്താ ആന്റി ഇത്? ദേവിക, നീ നിന്റെ ജോലി ചെയ്തേ. പാവം കുട്ടി. എന്തിനാ ആന്റി അതിനെങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഒന്നുമില്ലേലും അവള് നമ്മുടെ സെർവന്റ് അല്ലേ?